ഹായ് കൂട്ടുകാരെ, ഇന്ത്യയിലെ തന്നെ താരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സുന്ദരി തലയെടുപ്പോടെ നിൽക്കുന്ന ആ കാഴ്ച കണ്ടില്ലേ? ഈ സുന്ദരിയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും, എൻ്റെ ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൈസ് കൊണ്ടും ഷേപ്പ് കൊണ്ടും കളറ് കൊണ്ടും എങ്ങനെ ഇവളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കണമെന്ന് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അത്രയ്ക്ക് സുന്ദരിയായിട്ടുള്ള ഒരു താമരയാണിവൾ. ഇവളുടെ പേര് എന്താണെന്നറിയണ്ടേ? തമോ. ഇത് ആദ്യമായി ഇന്ത്യയിൽ ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ റേറ്റ് 10,000-15,000 രൂപയുടെ ഇടയ്ക്കായിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും അത്രയും റേറ്റൊന്നുമില്ല. ഇപ്പോൾ ധാരാളം ഇതിൻ്റെ ട്യൂബറുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല പ്യുവർ ട്രോപ്പിക്കൽ വെറൈറ്റി ആയ ഈ സുന്ദരിക്കുട്ടി എപ്പോഴും നമുക്ക് നിറയെ പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെൻ്റെ ഒരു ഫേവറേറ്റാണ് ഇവൾ. ഞാൻ അതുകൊണ്ട് ഇവളെ ഒരു 2-3 ടബുകളിലായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് ആദ്യത്തെ എൻ്റെ താമര ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് സെയിലിനിട്ടിരുന്നു. ട്യൂബേഴ്സൊക്കെ സെയിലായി കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിൽ തിന്നായിട്ടുള്ള ഒരു ട്യൂബർ അത് ഞാൻ ആർക്കും കൊടുത്തില്ല. അത് ഞാനെടുത്ത് എൻ്റെ ഒരു ആമ്പൽ നട്ടിരുന്ന ഒരു ടബിനകത്തിലാണ് ഇത് ഞാൻ വെച്ചത്. വളമൊന്നും ഞാൻ അധികം ചെയ്തില്ല, വെറുതെ അങ്ങോട്ടൊന്ന് വെച്ചതേ ഉള്ളൂ. ഒരു 16ാമത്തെ ദിവസം എനിക്ക് ബഡ് വന്നു. ഇപ്പോൾ ആദ്യം 4 ബഡുകൾ വന്നു. പക്ഷെ അതെല്ലാം ഈ മഴ ആയതുകൊണ്ടായിരിക്കും മുട്ടുകളെല്ലാം അതങ്ങ് കരിഞ്ഞു പോയി. ഇത് എൻ്റെ 5ാമത്തെ ഫ്ലവറാണ്. 6ാമത്തെ ബഡും വന്ന് നിൽപ്പുണ്ട്. ഇതാ കണ്ടില്ലേ? അപ്പോൾ നമുക്ക് എപ്പോഴും പൂക്കൾ തന്ന് സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു സുന്ദരിക്കുട്ടിയാണ് ഇവള്. ഇവളുടെ പെറ്റൽസ് നോക്കിക്കേ, ഒരു 500-600 പെറ്റൽസോളം ഇവക്കുണ്ട്. അത് ഞാനൊരു ദിവസം ഇനിയിപ്പം ഈ പൂവെല്ലാം പറിച്ച് ഇതിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവൾ ഒടിഞ്ഞു പോയിരിക്കുകയാണ്. കാരണം ഇവളുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ ഇതിൽ നിന്ന് ഒടിഞ്ഞു പോയിരിക്കുകയാണ്. ഞാനതിനെ ഒരു സപ്പോർട്ടൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഇതാ നോക്കിക്കേ, കണ്ടില്ലേ? ഞാനതിനെ നിങ്ങൾക്കെടുത്ത് കാണിച്ചു തരാം. ധാരാളം ഇതളുകൾ ഉള്ളത് കാരണം ഇതിന് വെയിറ്റ് താങ്ങാൻ പറ്റാതെ ഇവൾ ഒടിഞ്ഞു പോയിരിക്കുകയാണ്. ഇതാ കണ്ടില്ലേ എൻ്റെ സുന്ദരിക്കുട്ടിയെ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ധാരാളം പെറ്റൽസ് ഉള്ളതുകൊണ്ട് ഇവയെ നമ്മളൊന്ന് വിടർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവളുടെ ഈ സൗന്ദര്യം ഒരാഴ്ചയോളം നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. ഇല്ലെങ്കിൽ തന്നെ വിടരും ഇത്. പക്ഷേ എങ്കിലും ശരി തന്നെ വിടർന്നു കഴിഞ്ഞാൽ നമുക്ക് 1-2 ദിവസങ്ങൾ മാത്രമേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. പെറ്റൽസൊക്കെ ഓരോന്ന് കൊഴിഞ്ഞു പോയി എല്ലാം ഒരു 3 ദിവസം കൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് കൊഴിഞ്ഞു പോകും. പക്ഷേ നമ്മൾ ആദ്യം ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഓപ്പണായി വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഒന്ന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്തൊന്ന് വിടർത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരാഴ്ചയോളം ഈ സുന്ദരിക്കുട്ടിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട, എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ പൂക്കളെ സ്നേഹിക്കുന്ന, എൻ്റെ ചെടികളെ സ്നേഹിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്